എല്ലാവർക്കും നമസ്കാരം. കുംഭമേള സമാപിക്കുന്ന ദിവസമാണ് എനിക്ക് അവിടേക്ക് പോകാനായിട്ട് സാധിച്ചത്. പാലക്കാട്ടിൽ നിന്ന് കുറച്ച് സന്യാസിമാരോടൊപ്പം വടക്കുംതറ അമ്പലത്തിൽ നിന്നാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. അവിടെ നവാമുകുന്ദ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുൻപിൽ നിന്ന് കുംഭമേള നടക്കുന്ന പുഴയോരത്തേക്ക്, നിളാതീരത്തേക്ക് ജാഥയായിട്ടാണ് സന്യാസിമാരും ജനങ്ങളും സഞ്ചരിച്ചത്. വലിയ തിരക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒഴുകുന്ന ഒരു നല്ല കടൽ, അഗ്നിയുടെ കടൽ പോലെ സന്യാസിമാരും ഭക്തജനങ്ങളുമെല്ലാം അവിടേക്ക് ഒഴുകുന്നു. വളരെ നല്ലൊരു മനോഹരമായ ഒരു കാഴ്ച, ഒരു അനുഭവം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാം. കാരണം ഒരിക്കലും കുംഭമേള നമ്മുടെ മണ്ണിലേക്ക് വരും എന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്തായാലും ഇനി മുതൽ നമുക്ക് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാതെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഒരു ആഘോഷം അതിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നത് വളരെ സന്തോഷകരമായൊരു അനുഭവമാണ്. അതൊരു വലിയൊരു പ്രതീക്ഷയും കൂടിയാണ്. മാത്രമല്ല, ഹിന്ദുക്കൾക്ക് ഇടയിൽ ഐക്യമില്ല എന്ന് പറയുമ്പോഴും ഇവിടെ നമ്മൾ കാണുന്നത് യാതൊരു വിധത്തിലുള്ള അനൈക്യവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ജാതി മതഭേദമന്യേ എല്ലാവരും ഇവിടെ ഒത്തുകൂടുന്നു, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, എല്ലാവരും പുഴയിൽ യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെ സന്യാസിമാരും സാധാരണ ജനങ്ങളും ഇവിടെ നിളാനദിയിൽ ഇറങ്ങി മുങ്ങിക്കുളിക്കുന്നു. അതുപോലെ അടുത്ത കാലത്ത് നമ്മുടെ യുവജനങ്ങൾക്കുണ്ടായിരുന്ന ചില ദുശ്ശീലങ്ങളൊക്കെ ഉണ്ട്. മൊബൈലും കൊണ്ട് സ്ത്രീജനങ്ങളുടെ പിന്നാലെ നടന്ന് അവരുടെ ശരീരഭാഗങ്ങളൊക്കെ എടുത്ത് ആ രീതിയിലുള്ള ദുശ്ശീലങ്ങളൊന്നും നമ്മുടെ പരിസരത്ത് എവിടെയും കാണാനില്ല. എല്ലാവരും നല്ല സംസ്കാരമുള്ളവരായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. സന്യാസിമാരെ വണങ്ങാനും അവരുടെ അനുഗ്രഹം തേടാനും യാതൊരു മടിയുമില്ലാതെ ആളുകൾ മുന്നോട്ട് വരുന്നു, പ്രത്യേകിച്ച് യുവജനങ്ങൾ മുന്നോട്ട് വരുന്ന കാഴ്ച. അതുപോലെ ഇത്രയധികം ജനങ്ങൾ നദി വളരെ പവിത്രമായിട്ടും അനുഭവപ്പെടുന്നു. അവിടെ തീരത്തോട് നടക്കുമ്പോഴായാലും വളരെ വലിയ ഒരു പ്രൗഢിയുടേതായ കാലഘട്ടം കടന്നു. കുറേ കാലം ശബ്ദമായി കിടന്നതിന് ശേഷം മലയുടെ ഓരങ്ങളിൽ ശബ്ദമുഖരിതമാവുകയാണ്. അവിടെ പലതരത്തിലുള്ള ചടങ്ങുകളും നടന്നു. അതൊക്കെ തന്നെ ഒരു നഷ്ടപ്പെട്ടു പോയ സംസ്കൃതിയെ വീണ്ടെടുക്കാനുള്ള നമ്മുടെ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് വളരെ പ്രായമായൊരു സന്യാസിയാണ്. അദ്ദേഹത്തെ ഞാനും വണങ്ങുകയും അനുഗ്രഹം തേടുകയും ഉണ്ടായി. കൂടാതെ വടക്കുംതറ അമ്പലത്തിൽ നടന്ന യതി പൂജയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ധാരാളം സന്യാസിമാരെ കാണാനും അവരുടെ അനുഗ്രഹം വാങ്ങാനും സാധിച്ചു. എന്നാൽ ഫോട്ടോ എടുക്കുന്നത് അനൗചിത്യമായെങ്കിലും എന്ന് വിചാരിച്ചുകൊണ്ട് അവസരത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് സാധിച്ചില്ല. ഇതൊരു പഴയ ശിവക്ഷേത്രം, ശിവൻ്റെയും ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ക്ഷേത്രങ്ങൾ ഇവിടെ അടുത്തടുത്ത് ഈ നദിയോരത്ത് കാണാനായിട്ട് സാധിക്കും. ഈ ശിവക്ഷേത്രത്തിലെ അന്നദാനത്തിനാണ് ഞാൻ പങ്കെടുത്തത്. തൊട്ട് അപ്പുറത്ത് വലിയ രീതിയിലുള്ള ഭക്ഷണശാലയും ഭക്തജനങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ഭക്ഷണമൊക്കെ ഒരുക്കിയിരുന്നു. ഇത് ബാബുസ്വാമി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലുള്ള ഈ അടുത്ത കാലത്തായിട്ട് യൂട്യൂബിലൊക്കെ വളരെ പ്രശസ്തിയാർജിച്ച ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തെ പലരും പരിഹസിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നുണ്ടെങ്കിലും നല്ല അറിവുള്ള ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തെയും ഈ ഇവിടെ വെച്ച് കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചു. നിളാനദിയുടെ ഇപ്പുറം കിടന്നതിന് ശേഷം നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് നിളയുടെ സൗന്ദര്യം പകർത്തിയതാണ്. ഇവിടെയും പലരും ഇറങ്ങി വെള്ളത്തിൽ മുങ്ങുകയും കൈകാലം നനയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ വൈകുന്നേരം ആരതി ഉണ്ടെങ്കിലും അതുവരെ നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. സന്യാസിമാരെയും കൊണ്ട് തിരിച്ചു പോകേണ്ടതുണ്ട്. അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര അയക്കേണ്ട ഒരു ചുമതല കൂടി ഇതിൻ്റെ കൂടെ വന്ന ഭാരവാഹികൾക്ക്, ഹിന്ദു ഐക്യവേദിയുമായി ബന്ധപ്പെട്ട പ്രവർത്തകർക്ക് ഉള്ളതുകൊണ്ട് ആരതി കാണാൻ നിൽക്കാനായിട്ട്
എനിക്ക് സാധിക്കില്ല. അപ്പോൾ വളരെ താമസിക്കാതെ തന്നെ എനിക്ക് സന്യാസിമാരോട് പോകാനുള്ള ധാരാളം ആളുകൾ ഇവിടെ ഈ ആചാരം തുടർന്നു പോകട്ടെ. ഈ സംസ്കാരം വീണ്ടെടുത്തവർക്ക് എൻ്റെ